ഇവിടുത്തെ വളരെ ദയനീയമാണ്. ഒരു പ്രകൃതി നൽകിയ എന്താ ചെയ്യുക, ദുരിതം മനുഷ്യരെ ഒറ്റപ്പെടുത്തി ഒരുപാട് ആളുകൾ കുറ്റനഷ്ടമായി സമ്പത്തും അവരത് ഇതുവരെ ചെയർപേഴ്സണാണ് ഓക്കേസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ. വളരെ ദയനീയമാണ്. ഇങ്ങനൊരു അവസ്ഥ ഇനി വരരുത് എന്നാണ്. 2018 ഇങ്ങനൊരു അവസ്ഥ വന്നു. അപ്പോഴും നമ്മളെല്ലാവരും സജീവമായി പ്രവർത്തിച്ചു. അപ്പോഴും നമ്മൾക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൊരു അവസ്ഥ. ഇതിന് ഒരു തക്കതായ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് മേപ്പാടിയിൽ നിന്നുള്ള മേപ്പാടിയിൽ നിന്നുള്ള പ്രതികരണമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ചൂരൽമലയിലെ ആ ദൃശ്യങ്ങളാണ്. ഒരുപാട് ആളുകളുണ്ട്. ആളുകളെ ഇതേപോലെ സാഹസ്യമായ റോപ്പിലൂടെ വലിച്ച് ഇപ്പുറത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. പരിക്കേറ്റവരുണ്ട്, പ്രായമായവരുണ്ട്, അസുഖബാധിതരുണ്ട്. അവരെയൊക്കെ സുരക്ഷിതമായി ഇക്കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ ഭാഗത്ത് പിന്നെയും നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ എത്തിക്കാനോ വൈദ്യസഹായം ഒക്കെ എത്തിക്കാനോ കഴിയും. പക്ഷേ മുണ്ടക്കൈയിലേക്ക് അത് എത്തിക്കുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടമാണ്. അതിനെ മറികടക്കാൻ താൽക്കാലികമായി പാലം നിർമ്മിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ സഹായങ്ങൾ എത്തിക്കാം. പക്ഷെ അതിൻ്റെതായ ഒരു സമയമെടുക്കും എന്നത് നമുക്കറിയാം. അതിനുള്ള ഒരു വയനാട് IAG മെമ്പറാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പരിതാപകരമായ അവസ്ഥയാണ്. കാരണം എന്താ അറിയോ, അവിടേക്ക് ഇനിയിപ്പോൾ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം കോടയാണ്. ഈ കോടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ് സംവിധാനം വേണം. അപ്പൊ ഇവിടേക്കുള്ള വലിയ ലൈറ്റുകളുടെ സംവിധാനം പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ അക്കരയ്ക്ക് പോകുന്ന ആൾക്കാരുടെ കയ്യിൽ ടോർച്ച് നിർബന്ധമാണ്. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അരയ്ക്ക് താഴേക്ക് വെള്ളത്തിൽ കുടുങ്ങി കിടക്കുന്ന കൊച്ചു കുഞ്ഞു വരെ അവിടെ ഉണ്ട്. അവിടെ ആൾ നിൽക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈ ഒടിഞ്ഞിട്ട് കമ്പിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. അവിടെ ഊരി പോരാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് പ്രവർത്തനം നടത്തണമെങ്കിൽ അവിടെ നമുക്ക് കട്ടർ കൊണ്ടുപോകണം. കോൺക്രീറ്റ് കട്ടർ കൊണ്ടുപോയി കട്ട് ചെയ്ത് എടുക്കേണ്ട അവസ്ഥയുണ്ട്. എത്താൻ പറ്റുമോ? പറ്റുന്നുണ്ട്. ആൾക്കാർ പോയിട്ട് ഇപ്പോൾ വന്ന ആൾക്കാരാണ്. പോയിട്ട് തിരിച്ചു വന്ന് 2 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ അവിടെ എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഫുഡ് നമ്മൾ അവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിസോർട്ടിൽ കിടക്കുന്ന ആൾക്കാർ 250 ആൾക്കാർ റിസോർട്ടിലുണ്ട്. അവർക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ വെട്ടവും വെളിച്ചമില്ല. അപ്പോൾ കോട വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കോട. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അതീവ ശ്രമകരമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ലൈറ്റിന്റെ സംവിധാനം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. കാരണം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അല്ലെ തന്നെ നമുക്ക് എന്താ ചെയ്യുന്നത്, ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. അരയൊപ്പം ചെളിയിൽ പൂണ്ട്, ചങ്കൊപ്പം ചെളിയിൽ. പരിക്കേറ്റ ആൾക്കാരെ പരമാവധി കണ്ട ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറെ ബോഡികളുണ്ട് അവിടെ. അതും നമുക്ക് എത്തിക്കണം, കണ്ടുപിടിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള ഇവിടെയുള്ള ലോക്കൽസിനെ പരമാവധി അക്കരയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള എല്ലാ ടീമുകളും പോണ ആ കൂടെ. പക്ഷെ അവർക്ക് വഴികാട്ടിയായിട്ട് ഇവർ പോയാൽ മാത്രമേ എവിടെയൊക്കെ വീടുകളുണ്ട്, എവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ ഇവിടെയുള്ള ലോക്കൽസ് പോകണം. അത് ഞങ്ങളിപ്പോൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ടോർച്ച് സംവിധാനം ഏർപ്പെടുത്തണം, വെളിച്ചം വേണം. അതിനിപ്പം ഇവിടെയുള്ള ലോക്കൽ ജനങ്ങളടക്കം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും വീട്ടിലുള്ള ടോർച്ചുകൾ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും വീട്ടിലുള്ള ടോർച്ചുകൾ അവരടുത്ത് കൊടുത്തുവിടുക എന്നുള്ളതാണ്. കാരണം മൊബൈൽ ഒരിക്കലും അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചാർജ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ടോർച്ച് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം മീഡിയാസ് എല്ലാവരും കൂടി അത് പുറത്ത് അറിയിച്ചിട്ട് ആ ഒരു സംവിധാനം ചെയ്യണമെന്നാണ് പറയാനുള്ളത്. എക്യുപ്മെന്റ്സ് കുടുങ്ങി കിടക്കുന്നവർ രക്ഷിക്കാനുള്ള സംവിധാനം വേണം. അത് കുറച്ച് പോയിട്ടുണ്ട്. കാരണം മോട്ടോർ മെഷീൻ പോയിട്ടുണ്ട്. എങ്കിലും ഇനിയും വേണം. മരം കട്ട് ചെയ്യാനുള്ള മെഷീൻസ് ഒക്കെ പോയിട്ടുണ്ട്. കോൺക്രീറ്റ് കട്ട് ചെയ്യാനുള്ള മെഷീൻസ് പോയിട്ടുണ്ട്. ഇനി വന്നിട്ട് കോൺക്രീറ്റ് കട്ട് ചെയ്യാനുള്ള ചെറിയ മെഷീൻസ് വരണം. അത് കൊണ്ടുപോകണം. അത് കൊണ്ടുപോയാൽ തന്നെ ജനറേറ്റർ പോയിട്ടുണ്ട്. അതിനുള്ള എണ്ണ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആയിട്ട് ഇനിയുള്ള പ്രവർത്തനം നടക്കുകയുള്ളൂ. രാത്രിയിൽ എത്രത്തോളം അത് വിജയകരമായി നമുക്ക് രാത്രി ശരിക്കും ഈ ഒരു കാലാവസ്ഥയിൽ രാത്രിയിൽ നമ്മൾ എക്യുപ്മെന്റ്സ് ഇല്ലാതെ ലൈറ്റ് ഇല്ലാതെ പോയാൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരാളോട് അറിയിച്ചിട്ടുണ്ട്, എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ MLA വന്നിട്ടുണ്ടായിരുന്നു, മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു, കേൾമന്ത്രിയോട് എത്തിയിരുന്നു. അവരോട് കറക്റ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ റേഞ്ചിന്റെ പ്രശ്നം ആർക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ മീഡിയത്തോടെ അറിയിച്ചിനെങ്കിൽ എങ്ങനെ ടോർച്ച് എത്തിന് 2 കിലോമീറ്റർ അകലുണ്ട് എന്ന് പറയുന്നത് ഇവിടെ അങ്ങോട്ടേക്ക്. പിന്നെ ആന ഇറങ്ങുന്ന പറയുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആന ഇറങ്ങും. അപ്പോൾ ആ ദുരിതങ്ങളാവുക, അത് പ്രവർത്തനം നിലയ്ക്ക് പോകുന്ന ഒരു അവസ്ഥയിലേ വരുള്ളൂ. അപ്പോൾ ഇന്റർ ഏജൻസി ഗ്രൂപ്പാണ് കൽപ്പറ്റ. എൻ്റെ പേര് ബിനു.